ഓരോ നൃപതി വീരന്മാർ വിഷയങ്ങൾ തോറുമണഞ്ഞു പറഞ്ഞിതു രാവണൻ. യുദ്ധത്തിനാശു പുറപ്പെടുവിൻ, പക്ഷേ സത്വരം വന്നു വണങ്ങുവിനല്ലാകിൽ. ഇത്തരം രാവണൻ തന്നെ വാക്കു കേട്ടുത്തമന്മാരായ ഭൂപതി വീരന്മാർ ഘാതിസുരതൻ പുരൂരവാവും മഹാനീതിമാനായ ദുഷ്യന്താദികളെല്ലാം അബ്ജോദ്ഭവൻ തൻ വരപ്രഭാവം പാർത്തു നിർജിതന്മാർ ഞങ്ങളെന്നു ചൊല്ലിടിനാർ. വന്നാനിവിടേക്കു പിന്നെ ദശാനനൻ അന്നയോധ്യാധിപനാമനാരണ്യനോടുദ്ധതനാം ഗരവക്ത്രനുമന്നേരം യുദ്ധത്തിനായി വിളിച്ചാനനാരണ്യനെ. ബദ്ധരോഷേണ പുറപ്പെട്ടു ഭൂപനും ചിത്രമാറു കലഹിച്ച നേരത്തു നക്തഞ്ചരേന്ദ്രൻ ചതുരംഗസേനയെ മൃത്യുപുരത്തിന്നയച്ചാനതു നേരം. സൈന്യനാശം കണ്ട നേരത്തു ഭൂപനും മാന്യനാം രാവണനോടെതിർത്തിടിനാൻ. അസ്ത്രശസ്ത്രങ്ങൾ വരിഷിച്ചിരുവരും എത്രയും ഘോരമായി വന്നിതു യുദ്ധവും. തദ്ദശായാം ദശകണ്ഠൻ ഗദ കൊണ്ടു വിദ്രുതം ചെന്നടിച്ചിടിനാൻ ഭൂപനെ. താടനമേറ്റു തളർന്നു നരാധിപൻ പീഡയോടും ശപിച്ചാനാശരേശനെ. മൃത്യുവരുമെനിക്കിപ്പോൾ നിശാചര സത്തമനാം നിനക്കില്ലിതിനാൻ ജയം. മിത്രവംശത്തിൽ ദശരഥ ഭൂപനു പുത്രനായി രാമനെന്നുണ്ടാമൊരു പുമാൻ. നിന്നുടെ വംശമശേഷമൊടുക്കിടുമന്നവ നിന്നിതു ചെയ്ക നിമിത്തമായി എന്നു ശപിച്ചിന്ദ്രലോകവും പുക്കിതു മന്നവനാമനാരണ്യമഹീപതി. ഇത്തമഗസ്ത്യോക്തി കേട്ടു രഘുത്തമൻ ചിത്തമോദേന ചോദിച്ചരുളിടിനാൻ. ഓം ശ്രീ ഗുരുഭ്യോ